Hi all. Welcome to BSc Psychology Honors first semester pre-revision class. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആസ് യു ഓൾ നോ, BSc Psychology Calicut University ആദ്യമായിട്ടാണ് 4-year പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റെഫർ ചെയ്യാനൊന്നുമില്ല. ബട്ട് കമ്മിങ് ടു യുവർ സിലബസ്, നിങ്ങളുടെ സിലബസിന്റെ അകത്ത് ജസ്റ്റ് ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പാറ്റേൺ കൊടുക്കുമ്പം ആ പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കാം മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 1.5 hours ആണ് കാണുന്നത്. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് ആകുമ്പോൾ ഒരു മിനിറ്റ്, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്നല്ലേ നിങ്ങളത് വരുന്നത്. ഒരുപാട് എന്താ പറയാ കോംപ്ലക്സ് ആയിട്ടാണ് നിങ്ങളത് കിടപ്പുള്ളത് അല്ലെ. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് മോഡൽ ആയിട്ടുള്ള കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി മോഡൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇതിപ്പം ഇൻവിറ്റേഷൻ സൈക്കോളജിയുടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോറി കേട്ടോ, ഇൻവിറ്റേഷൻ സൈക്കോളജി 70 മാർക്കിനാണ് 2 hours-നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കോർ പേപ്പർ അല്ലാത്ത പേപ്പറാണ്. ഫൗണ്ടേഷൻ കോഴ്സ് ആവുമ്പോഴാണ് 50 മാർക്കിന് 1.5 hours ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇൻവിറ്റേഷൻ ടു സൈക്കോളജി 70 മാർക്കിനാണ് വരുന്നത്, 2 മണിക്കൂറിനാണ് വരുന്നത്. അപ്പൊ അതില് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 6 മാർക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10 മാർക്ക്. അപ്പൊ നമ്മള് ഇത് ഷോർട്ട് ആൻസർ, ഷോർട്ട് എസ്സേ, എസ്സേ. സെക്ഷൻ എനെ നമ്മൾ പറയാ എന്താണ്, ഷോർട്ട് ആൻസർ എന്നാണ്. സെക്ഷൻ ബിനെ നമ്മൾ പറയാ ഷോർട്ട് എസ്സേ എന്നാണ്. സെക്ഷൻ സിനെ നമ്മൾ പറയാ എസ്സേ എന്നാണ്. ഇപ്പൊ നോക്കിക്കേ, ആൻസർ ഓൾ ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 3 മാർക്ക്. അതായത് ഇത് നോക്കി 3 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ആൻസർ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് സീലിംഗിന്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 10 നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. 10 അറ്റൻഡ് ചെയ്തിട്ട് ഓവറോൾ നോക്കിയിട്ടാണ് സീലിംഗ് ഇടുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ആൻസർ അറിയാം, പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പോയിന്റേ അറിയുള്ളൂ. അപ്പൊ അത് എഴുതി വെക്കാം. മൂന്നാമത്തെ നല്ലോണം അറിയാം, നാലാമത്തെ അറിയാം, അഞ്ചാമത്തെ ഒരു പോയിന്റേ അറിയത്തുള്ളൂ. പക്ഷെ ഈ 10 അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 10ന്റെ കൂടി നോക്കിയിട്ടാണ് അവർ 24 മാർക്സ്. ഒരു 7 നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 10 മാർക്ക് കിട്ടും. എഴുതണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 5 to 6 പോയിന്റ്സ് മാക്സിമം ആണ്. 5 to 6, അതായത് ഒരു ഹാഫ് പേജ് ഒന്നും വേണ്ട, ഒരു സൈഡിന് ഹാഫ് സൈഡ് ഒന്നും വേണ്ട. 5 to 6 മാക്സിമം ആണ്. 2 to 3 പോയിന്റ്സ് എഴുതിയാലും കുഴപ്പമില്ല. 5 to 6 മാക്സിമം ആണ്. 5 പോയിന്റ്സ് ഒക്കെ മാക്സിമം ആണ് 3 മാർക്സിന് വരുന്നത്. സീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവറോൾ ആയിട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു പോയിന്റ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ അതും അറ്റൻഡ് ചെയ്ത് ഇടാം. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, 6 മാർക്സിനാണ് സീലിംഗ് വരുന്നത്. 6 മാർക്സിനാകുമ്പോൾ ഷോർട്ട് എസ്സേ ആണ്. ഒരു സൈഡ് മൊത്തം അല്ലെങ്കിൽ 1.5 സൈഡാണ് മാക്സിമം കേട്ടോ. 1.5 സൈഡ് മാക്സിമം ആണ്. അതിൽ കൂടരുത് കേട്ടോ, കാരണം ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. 8 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 8ഉം നിങ്ങൾക്ക് അറിയുന്ന പോലെ. അപ്പൊ ചിലത് ഹാഫ് സൈഡേ അറിയുള്ളൂ, അത്ര എഴുതി വെക്കാം. ചിലത് 1.5 സൈഡ് അറിയാം, അത്രയും എഴുതി വെക്കാം. കമ്മിങ് ബാക്ക് ടു എസ്സേ. എസ്സേ നമ്മള് 10 മാർക്കിനായതിനെ കൊണ്ട് 5 സൈഡ് മാക്സിമം, 4 സൈഡ് മിനിമം എന്തായാലും വേണം, 5 സൈഡ് മാക്സിമം ആണ്. പിന്നെ ഒരു ആൻസർ യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാണ്. +2 വരെയുള്ള എക്സാം പോലെയല്ല ഒരു യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത്. അവര് പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് തരത്തുള്ളൂ, മാർക്ക് തരത്തുള്ളൂ. ഒരു ആൻസർ ഷീറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, പോയിന്റ്സ് ആക്കി എഴുതുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് പോയിന്റ്സ് ആക്കി എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പോയിന്റ്സ് ആക്കി എഴുതുന്ന സമയത്ത് നോക്കുന്ന ടീച്ചർക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിയെടുക്കാൻ വേണ്ടി മനസ്സിലാവും. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ പേരുണ്ട്, ഡെഫിനറ്റ്ലി യു ഹാവ് ടു അണ്ടർലൈൻ ദാറ്റ്. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നുകിൽ നിങ്ങൾ എഴുതുന്ന അതേ കളർ പേന കൊണ്ടോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ
2 കളർ പേന ഉപയോഗിക്കാൻ യൂണിവേഴ്സിറ്റി പേപ്പറിൽ അലൗഡ് അല്ല. സോ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, സെയിം കളർ പേന ഉപയോഗിക്കുക, അതായത് ആൻസർ ചെയ്യുന്നതിൽ പെൻസിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സൈഡ് ഹെഡിങ്സ് കൊടുക്കുക. സൈഡ് ഹെഡിങ്സ് ഒക്കെ എന്താ പറയുക, നീറ്റ് ആയിട്ട് അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, പോയിന്റ്സ് ആയിട്ട് എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആണ്. എപ്പോഴും കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഭാഷയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ കുറെ പേജ് വിട്ടെഴുതുക, ഓരോ ലൈനൊക്കെ വിട്ടെഴുതുക, നടുക്ക് മാത്രം എഴുതുക, അപ്പുറം ഇപ്പുറം വിട്ടിട്ട് നടുക്ക് മാത്രം എഴുതുക, പേജ് കൊള്ളിക്കുക, ഒരുപാട് പേജ് എടുത്ത് എഴുതുക. ഇതൊക്കെ പലരും നിങ്ങൾക്ക് പറഞ്ഞിരുന്ന എന്താ പറയുക പോയിന്റ്സ് ആണ്. ഒരു കാര്യമില്ല, പേപ്പറിന്റെ കനം നോക്കിയിട്ട് മാർക്ക് ഇടില്ല. ബിക്കോസ് your papers are corrected by psychologists. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ മാത്രമേ നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്യുള്ളൂ. സോ ഡെഫിനറ്റ്ലി ദേ ചെക്ക് ഫോർ ദ പോയിന്റ്സ്. ആൻഡ് അവരുടെ കീയിൽ കൊടുത്ത കാര്യമല്ല അവർ നോക്കുക. അവര് കീ ജസ്റ്റ് അവർക്ക് ഫുൾ ആൻസർ ഉണ്ട്, അവർക്ക് കീ മാത്രമാണ് കൊടുക്കുക. അപ്പൊ ആ കീ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന ആൻസർ ഉണ്ടെങ്കിൽ പോയിന്റ്. പക്ഷെ അവര് നോക്കുക എന്നറിയോ, ഇത് പഠിച്ചെഴുതിയതാണോ, ഇത് കറക്റ്റ് കോൺസെപ്റ്റ് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ. അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായിട്ട് സ്വന്തം ഭാഷയിൽ എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ ഹയർ മാർക്സ്. അതിലിപ്പോ കോൺസെപ്റ്റിന്റെ അപ്പുറത്തോട്ട് പഠിക്കാൻ ഒരൊറ്റ സബ്ജക്ട് നിങ്ങൾക്ക് വരുന്നുള്ളൂ, ഫിസിയോളജി ആണ്, അല്ലെങ്കിൽ ബയോസൈക്കോളജി. അതിലെന്താണ് കുറെ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ടാവും. ആ ടെക്നിക്കൽ ടേംസ് അതുപോലെ എഴുതന്നെ മതിയാവുള്ളൂ. ബാക്കി ഏത് സൈക്കോളജി സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് വേണം എഴുതാൻ. അപ്പൊ മനസ്സിലായല്ലോ. ഒന്നുകൂടി മാർക്സിന്റെ കാര്യം പറയാണ്. 3 വെയിറ്റേജിന് അല്ലെങ്കിൽ 3 മാർക്സിന് ഒരു 5 പോയിന്റ്സ് മാക്സിമം ആണ്. സീലിംഗ് ഉണ്ടെങ്കിൽ കൊണ്ട് 1 or 2 പോയിന്റ്സ് ആണെങ്കിൽ പോലും എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒറ്റ സെക്കൻഡ്, ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ഒന്ന് പറയാവോ? എല്ലാരും പറയണേ. ഓക്കെ, അപ്പോ എപ്പോഴും ഒരു ആൻസർ എങ്ങനെ ടീച്ചേഴ്സിന് ക്യാച്ചിങ് ആക്കാം എന്ന് നോക്കുന്ന സമയത്ത് എപ്പോഴും എന്താക്കാം, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കാം, ഒരു ബോഡി ഉണ്ടായിരിക്കാം, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കാം. ഏത് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ വന്നിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻട്രൊഡക്ഷൻ നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ, എക്സ്പ്ലെയിൻ സമ്മറൈസ് ദ എവല്യൂഷൻ ഓഫ് സൈക്കോളജി ഫ്രം ഇറ്റ്സ് ഏർലി ഹിസ്റ്ററി ടു മോഡേൺ ടൈംസ്. നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുക, ഹിസ്റ്ററി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ഇവല്യൂഷൻ ഓഫ് സൈക്കോളജി ആണ് ചോദിച്ചത്. അപ്പൊ സൈക്കോളജി എവിടുന്ന് എവല്യൂട്ട് ചെയ്ത് വന്നു, എന്താണ് സൈക്കോളജിയുടെ ഹിസ്റ്ററി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വാട്ട് ഇസ് സൈക്കോളജി എന്ന് കൊടുക്കാം. സൈക്കോളജി ആരാണ്, സൈക്കോളജിയുടെ ഫാദർ ആരാണ്, അതൊരു 2-3 പോയിന്റ്സ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ട് എവല്യൂഷൻ ഓഫ് സൈക്കോളജിയും ഹിസ്റ്ററിയും എഴുതുന്ന സമയത്ത് അതിൽ എന്തുണ്ട്, ഒരു നോക്കുന്ന ടീച്ചർക്ക് കറക്റ്റ് ആയി ഇൻട്രൊഡക്ഷൻ. കാരണം എനിക്ക് നല്ല മാർക്ക് സൈക്കോളജിയിൽ സ്കോർ മേ ബി യു പീപ്പിൾ നോ, എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് സ്കോർ ആയിരുന്നു. എപ്പോഴും എഴുതുന്ന പരീക്ഷയ്ക്ക് ഈ ഫുൾ മാർക്കാണ്.
ഐ വിൽ സെൻഡ് ടു മൈ ആൻസർ ഷീറ്റ്. എൻ്റെ ഒരു ഫിസിയോളജി ആൻസർ ഷീറ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കാണിച്ചു തരാം. അത് ഇതാട്ടോ, എന്താ പറയാ, ഇന്റേണൽസ് ആണ്. ഈവൻ ഇന്റേണൽസ് ആണെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ വളരെ നീറ്റ് ആയിട്ടാണ് എൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ എൻ്റെ ആദ്യകാലത്തെ ആൻസർ ഷീറ്റ് ആട്ടോ, ഫിസിയോളജിയുടെ അല്ലെങ്കിൽ ബയോസൈക്കോളജിയുടെ ആൻസർ ഷീറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എഴുതിയതിന് കംപ്ലീറ്റ്ലി അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 80ൽ 64 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടില്ലേ, ഞാൻ എഴുതുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കും. വെട്ടിടില്ല, ഇങ്ങനെ കറപ്പിച്ചില്ല. തെറ്റിയതാണെങ്കിൽ ഒറ്റ വര, അല്ലെങ്കിൽ ജസ്റ്റ് ക്രോസ് ചെയ്തിട്ട് ഇത് കണക്ക് ക്രോസ് ചെയ്ത് കാണിച്ചതാ, ഇങ്ങനെ വൃത്തിയെടുത്ത് പോകില്ല. കണ്ടോ? അപ്പൊ ഇത് ഷോർട്ട് 2 മാർക്കിന് എഴുതിയിട്ടില്ല കേട്ടോ. 2 മാർക്കിന് എഴുതിയിട്ടുള്ള ഒരു ആൻസർ ആണ്. 3 മാർക്കിലേക്ക് വരുമ്പം സീലിംഗ് ആണെങ്കിൽ ഇത്രയൊക്കെ തന്നെ മതി. ഇത്രയും ഒരു പോയിന്റ് കൂടി കണ്ടോ. അപ്പൊ ഞാൻ സൈഡ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ എല്ലാത്തിനും. അപ്പൊ ചിലതിന് ഒരു പോയിന്റ് അറിയുള്ളൂ, അത് വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ചിലത് കുറെ പോയിന്റ്സ് അറിയുന്നത് അത് കണക്ക് എഴുതിയിട്ടുണ്ട്. യെസ്, ഇത് BSc BSc-കാരതാണ്. നിങ്ങൾക്കും സെയിം സാധനം തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി BS സൈക്കോളജിക്കാർക്ക് കൂടി ഞാനൊന്ന് ഇട്ടിട്ടുള്ളത് കേട്ടോ. കണ്ടോ? അപ്പൊ ന്യൂറോൺ ഒരു 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഒരു ഷോർട്ട് എസ്സേ വന്ന സമയത്ത്, ദിസ് ഇസ് ഷോർട്ട് എസ്സേ, സിനാപ്സ് എന്താന്നൊരു ഷോർട്ട് എസ്സേ ചോദിച്ച സമയത്ത് സിനാപ്സ് എന്താന്ന് എഴുതി കേട്ടോ. 2 പോയിന്റ് ഇൻട്രൊഡക്ഷൻ എഴുതി, 2 ടൈപ്പ് ഉണ്ടെന്ന് എഴുതി, അതിനുശേഷം ആ ടൈപ്സ് എടുത്ത് എഴുതി. ലൈക്ക് ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. എന്നിട്ട് അവസാനം പിക്ചർ കൂടി വരച്ചു. ഇങ്ങനെ ആവുമ്പോ നോക്കുന്ന ടീച്ചേഴ്സിന് ഭയങ്കര ഇംപ്രസ്ഡ് ആവും. നമുക്ക് നല്ല മാർക്സ് കണ്ടോ. ഇവിടെ നോക്കിക്കേ, ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കള്ള്, ഫോറമൻ, മാഗ്നം, ഇതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്തു. അപ്പൊ നോക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് എന്തായിരിക്കും കുറച്ചുകൂടെ ഇംപ്രസ്ഡ് ആയിട്ട് മാറും. ഇങ്ങനെ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ കമ്മിങ് ടു എവല്യൂഷൻ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി നമ്മൾ ഒന്ന് നോക്കുകയാണ്. വാട്ട് ഇസ് സൈക്കോളജി എന്നാണ് ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. ശരിക്കും എന്താണ് സൈക്കോളജി? സൈക്കോളജിയിൽ നമുക്ക് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ. അതായത് മനുഷ്യന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ആൻഡ് ആനിമൽ മൈൻഡ് ആൻഡ് ബിഹേവിയർ, അതായത് മൈൻഡിന്റെയും ബിഹേവിയറിന്റെയും സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത് സൈക്കോളജി എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഇസ് സൈക്കോളജിയിൽ? സൈക്കോളജിയുടെ ഫാദർ വിൽഹം വൂണ്ടാണ്. വിൽഹം വൂണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വില്യം വൂണ്ടിനെ ഫാദർ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജി എമേർജ് ചെയ്ത് വരുന്ന സമയത്ത് സൈക്കോളജി ഫിലോസഫിയുടെയും ഫിസിയോളജിയുടെയും അണ്ടറിലായിരുന്നു. ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആയിട്ടില്ല. സയൻസിലാണെങ്കിൽ പോലും സൈക്കോളജി എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ഇല്ല. ഫിലോസഫിയുടെ അണ്ടറിലും ഫിസിയോളജിയുടെ അണ്ടറിലും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വില്യം വൂണ്ടാണ് സൈക്കോളജിയെ സയന്റിഫിക് സൈക്കോളജി അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജിയിലേക്ക് ലബോറട്ടറി. സയൻസ് ആണെന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പെരിമെന്റേഷൻ വേണം, അത് എക്സ്പെരിമെന്റലി റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്യണം. അപ്പോഴാണ് സയൻസ് എന്ന് പറയാൻ വേണ്ടി പറ്റുക. സൈക്കോളജി എങ്ങനെ സയൻസ് ആയി, ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആയി? നമ്മളെ വില്യം വൂണ്ട് സൈക്കോളജിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലപ്സിക് യൂണിവേഴ്സിറ്റിയിൽ, ജർമ്മനിയിലെ ലപ്സിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു ലബോറട്ടറി ആദ്യമായിട്ട് സൈക്കോളജിക്ക് വേണ്ടി തുറന്നു. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ഐ എം എ സൈക്കോളജിസ്റ്റ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് വില്യം വൂണ്ടാണ്. അദ്ദേഹത്തിന് ഒരുപാട് പട്ടകൾ ഉണ്ട്. വൂണ്ടിന് ഫാദർ ഓഫ് സൈക്കോളജി ആണ്, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആണ്. അതുപോലെ തന്നെ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ലാബ് തുറന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫാദർ ആണ്. ഒത്തിരി പട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇതാണ് വില്യം വൂണ്ട്. അദ്ദേഹത്തിന്റെ ലബോറട്ടറി ആണ് ഈ കാണുന്നത് കേട്ടോ. ഹോപ്പ് യു ആർ സീയിങ് ഇറ്റ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷനിൽ എഴുതി വെക്കുന്നത് വളരെ നന്നായിരിക്കും. വില്യം വൂണ്ടാണ് സൈക്കോളജിയുടെ ഫാദർ. അദ്ദേഹം സൈക്കോളജിയുടെ ബർത്ത് ഇയർ ആയിരിക്കെങ്കിൽ അറിയും കൂട്ടത്തില്. സൈക്കോളജിയുടെ ബർത്ത് ഇയർ ഏതാണ്? എനിബഡി? 1879. വെരി ഗുഡ്. ഫാത്തിമ അസീസ് is my student. ഫാത്തിമയാണ് പറഞ്ഞത് അല്ലെ. 1879 ആണ്. 1879 എന്തുകൊണ്ടാ സൈക്കോളജി? ഇതൊരു സൈക്കോളജി വിദ്യാർത്ഥി മറന്നു പോരുത് കേട്ടോ. ബർത്ത് ഇയർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ?
ഈ 1879 സൈക്കോളജിക്ക് വേണ്ടി ആദ്യമായിട്ട് ഈ കാണുന്ന ലബോറട്ടറി ആര് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? വില്യം വൂണ്ട്. നോക്കിയേ, വില്യം വൂണ്ട്, father of psychology, father of experimental psychology. He was the first person ever to call himself a psychologist. William Wood opened the first psychological laboratory at the University of Leipzig in Germany, 1879. ഇതാണ് സൈക്കോളജിയുടെ ബർത്ത് ഇയർ. ഇനി സൈക്കോളജി എന്ന വേർഡ് എവിടെ നിന്ന് വന്നു? ഗ്രീക്കിൽ നിന്നാണ് വന്നത്. ടേം സൈക്കോളജി ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് സൈക്കി മീൻസ് സോൾ and logo means study. Psyche means soul and logo means study. ആത്മാവിന്റെ പഠനം എന്നുള്ള പേരിലാണ് വരുന്നത്. ഗ്രീക്ക് വേർഡ് ആണ് കേട്ടോ. ഈ വേർഡ് കൊണ്ടുവന്ന ആളുടെ ഫോട്ടോ ഇത്. ഈ പുള്ളിക്കാരനാണ് റൊഡോൾഫ് ഗോക്കൽ എന്ന ആളാണ് ഫസ്റ്റ് ആയിട്ട് സൈക്കോളജി എന്ന വേർഡ് കോയിൻ ചെയ്യുന്നത്. ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് ആട്ടോ പറഞ്ഞു തന്നുള്ളൂ. നോക്കിയേ, ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. Psychology is defined as the scientific study of behavior and mental processes. Psychology എന്ന് വെച്ചാല് defined as a scientific study of behavior and mental process. It encompasses a wide range of topics from the working of the brain and the influence of culture on behavior to development of personality and mental health disorders. Psychology എന്തൊക്കെ പഠിക്കുന്നുണ്ട്? പലതും പഠിക്കുന്നുണ്ട്. ബ്രെയിനിന്റെ വർക്കിംഗ് എന്താണ്, കൾച്ചർ ഒരാളുടെ ബിഹേവിയറിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു. ഫോർ നമ്മളൊരു മലയാളികളല്ലേ, നമ്മൾ കുറച്ചൊരു ചെറിയ ഉടുപ്പിട്ട പെണ്ണിന് ആ പെണ്ണ് പോക്ക് കേസാന്ന് പറയും. കണ്ടോ, കൾച്ചർ നമ്മളെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൈക്കോളജി നോക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ഒരു കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി, ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് അല്ലെ, എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് സൈക്കോളജി പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനെ പോലും സൈക്കോളജി, അത് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആണ് സൈക്കോളജിയിൽ പഠിക്കുന്നത്. അതിൽ ചുരുങ്ങിയത് മാത്രമാണ് എന്ത്, ബ്രെയിനിന്റെ വർക്കിംഗ്, കൾച്ചർ എങ്ങനെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, മെന്റൽ ഹെൽത്ത് ഡിസോർഡർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. The scope of psychology include understanding emotions, thoughts, behaviors, and how they influence by biological, psychological, and social factors. അതായത് സൈക്കോളജിയുടെ സ്കോപ്പ് എന്താണ്? ഇമോഷനെ പറ്റി പഠിക്കുക, തോട്ട്സിനെ പറ്റി പഠിക്കുക, ബിഹേവിയറിനെ പറ്റി പഠിക്കുക. ഈ ഇമോഷനെയും തോട്ട്സിനെയും ബിഹേവിയറിനെയും ബോഡി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ബയോളജി. നല്ല തലവേദന നമുക്ക് ദേഷ്യം വരും അല്ലേ, ബയോളജിക്കൽ ആയിട്ടുള്ള തലവേദന നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ദേഷ്യത്തിന്, തോട്ട്സ്, എന്നെ ആർക്കും വേണ്ടാത്ത തോട്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വാതിൽ വലച്ചടിക്കുക ബിഹേവിയറിനെ. കണ്ടോ, ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള തലവേദന അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ട് നല്ലൊരു പനി വന്നപ്പോൾ നമ്മുടെ ഇമോഷൻ എന്താണ്? ദേഷ്യം. അവിടെ ചിന്ത എന്നെ ആർക്കും വേണ്ട, അവിടെ എന്റെ ബിഹേവിയർ വാതിലടിച്ച് പൊളിക്കുന്നു. കണ്ടോ, അതാണ്. അതായത് നമ്മുടെ ഇമോഷനെയും തോട്ട്സിനെയും ബിഹേവിയറിനെയും ബയോളജിക്കൽ ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സൈക്കോളജിക്കൽ ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സോഷ്യൽ, സമൂഹം കാരണം ഒരാളെ ഭ്രാന്തനാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുട്ടീനെ മാനസിക രോഗിയാക്കുന്നത് സിമ്പിളാ. ആ കുട്ടീനെ ചെറുപ്പം മുതൽ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്താൽ മതി. സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് ഉണ്ടാവില്ല. കുട്ടി വലുതാകുമ്പോൾ മാനസിക പ്രശ്നമായിട്ട് മാറും. അപ്പോ സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻ, തോട്ട്സ് ആൻഡ് ബിഹേവിയർ ആൻഡ് ഹൗ ദീസ് തോട്ട്, ഇമോഷൻ ആൻഡ് ബിഹേവിയർ, ഇമോഷൻ, തോട്ട് ആൻഡ് ബിഹേവിയർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതി വെക്കാം? സൈക്കോളജി എന്താണ്? സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് ആണ്. അവിടെ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഉണ്ട്. വർക്കിംഗ് ഓഫ് ബ്രെയിൻ, ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചർ ഓൺ ബിഹേവിയർ, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് മെന്റൽ ഹെൽത്ത്. സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷനെയും തോട്ടിനെയും ബിഹേവിയറിനെയും പഠിക്കുക. എങ്ങനെ ഈ ഇമോഷനെയും തോട്ടിനെയും ബിഹേവിയറിനെയും ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പഠിക്കുക. ഇത് കൂടാതെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന 2 എക്സ്ട്രാ പോയിന്റ്സ് ആണ്. സൈക്കോളജി എന്ന വേർഡ് വന്നിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. സൈക്കി പ്ലസ് ലോഗോ. സൈക്കി മീൻസ് സോൾ, ലോഗോ മീൻസ് സ്റ്റഡി. മൂന്നാമത് എഴുതി വെക്കാത്ത പോയിന്റ് ആണ് ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ട് ആണ്. എന്തുകൊണ്ടാണ് വില്യം വൂണ്ട് സൈക്കോളജിയുടെ ഫാദർ ആയത്? 1879 ജർമ്മനിയിലെ ലെപ്സിഗ് യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു ലബോറട്ടറി വൂണ്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനിയാണ് primary goals of psychology. The primary goals of psychology are to describe, explain, predict and control behavior and mental process.
കണ്ടോ? എന്താണ് പ്രൈമറി ഗോൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുക ഒരാളുടെ സ്വഭാവം. ഇങ്ങനെ ഇപ്പൊ ഇൻട്രോവേർട്ട് ആണെങ്കിൽ അവർ ആദ്യം ആരോടും അങ്ങനെ സംസാരിക്കില്ല, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി വിച്ച് ദേ വിൽ ബി ഇൻസൈഡ് ദിയർ ഓൺ വേൾഡ്. അതാണ് ഡിസ്ക്രിപ്ഷൻ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്സ് അങ്ങനെ അധികം ആരോടും സംസാരിക്കില്ല, അവർ പെട്ടെന്ന് ഒരാളോട് അടുക്കില്ല, അടുത്ത കഴിഞ്ഞാൽ അവര് നല്ല ഓക്കെ ആയിരിക്കും എന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. പ്രെഡിക്റ്റ് ചെയ്യാണ്. അവരൊരു കല്യാണ പരിപാടിക്ക് പോയാൽ അവർ മൂലയിൽ ഇരിക്കുന്നത്, അവർക്ക് കംഫർട്ട് സോൺ ആയിട്ടുള്ള ആളോട് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. ഇനി കൺട്രോൾ. ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളൊരു TV ആങ്കറിംഗ് ആണ് അയാൾക്ക് ഇഷ്ടം, അപ്പൊ എന്താ കൺട്രോൾ ചെയ്യണം. ആ ഇൻട്രോവേർട്ടിസം അയാൾ കൺട്രോൾ ചെയ്യണം. എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇത്തരത്തിൽ, അതായത് ഡിസ്ക്രൈബ് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്യാണ്, പ്രെഡിക്റ്റ് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഇതാണ് പ്രൈമറി ഗോൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ്. ഒബ്സർവിംഗ് ബിഹേവിയർ ആൻഡ് നോട്ടിംഗ് എവറിത്തിങ് അബൌട്ട് ഇറ്റ്. സൈക്കോളജിയിൽ നമ്മൾ എന്താക്കും? വായി നോക്കാം. ഹസ്ബൻഡ് ഒക്കെ എന്താ അങ്ങനെ നോക്കിയിരിക്കുന്നു നോക്കി, ഞാൻ പറയും ഞാൻ ഒബ്സർവ് ചെയ്യാണ്. യെസ്, ഞാൻ ആളുകളെ പഠിക്കാറുണ്ട് കേട്ടോ. As you people know, I'm a practicing psychologist. I'm having my own psychological clinic at Calicut Purakatri. അപ്പോ ഞാൻ എപ്പോഴും ആളുകളെ ശ്രദ്ധിക്കും. ആളുകളെ എന്താണ് നോൺ വെർബൽ ക്യൂസ്. ഇപ്പം ആളുകളുടെ നോൺ വെർബൽ ക്യൂസ് ഒക്കെ നന്നായിട്ട് ക്യൂസ് ഒക്കെ മനസ്സിലാവും. ഒരു കള്ളം പറയുകയാണെങ്കിൽ മനസ്സിലാവും. ഫ്രം എക്സ്പീരിയൻസ്. ഞാനല്ല, സൈക്കോളജി ഒരിക്കലും ഈ ഒരു എക്സാമിന് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല. എപ്പോഴും നമ്മള് നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആണ്, വേറൊരു വിഷയം പോലെയല്ല. 5 വർഷം പഠിച്ച കഴിഞ്ഞ സൈക്കോളജിസ്റ്റ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക് ഓപ്പൺ ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് മനുഷ്യന്റെ മനസ്സിനെ പഠിക്കാം, അവരുടെ പ്രശ്നങ്ങളെ പഠിക്കാം, അവർക്ക് പരിഹാരം. അല്ലെ, ഒരു പേഷ്യന്റ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അവര് ആശ്വാസം കണ്ടിട്ട് മാം ഞാൻ ഇന്നലെ ഉറങ്ങി, അല്ലെങ്കിൽ എനിക്ക് വൈഫിനായിട്ട് നന്നായിട്ട് നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അത്രയും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് റെപ്യൂട്ടേഷൻ ഒരു വർക്കാണ്. സോ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ബിഹേവിയർ ആൻഡ് നോട്ടിങ് എവറിത്തിങ് അബൌട്ട് ഇറ്റ്. ഒബ്സർവ് ചെയ്യുക, ബിഹേവിയർ, അതിനെ പറ്റി എല്ലാം നോട്ട് ചെയ്യുക. ദിസ് ഇൻവോൾവ്സ് ഐഡന്റിഫൈ ആൻഡ് classify behavior accurately as possible. ഐഡന്റിഫൈ ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക ബിഹേവിയർ ആക്യുറേറ്റ്ലി ആസ് പോസിബിൾ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, എന്താണ് ഇൻട്രോവേർട്ട്? അവർ ഓൺ വേൾഡിൽ, അവരുടെ തന്നെ their own വേൾഡിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ് ഇൻക്ലൂഡ്സ് കേസ് സ്റ്റഡി ഉണ്ട്, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഒരു കേസ് ആഴത്തിലെടുത്ത് പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി. അതായത് ഡിസ്ക്രൈബ് ചെയ്യുന്ന മെത്തേഡ്സ് ആട്ടോ സൈക്കോളജിയിൽ കേസ് സ്റ്റഡി. ഇപ്പൊ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു കേസ് എടുത്ത് ആഴത്തിൽ പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇവന്റോ ഒരാളെയോ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗജിനി സിനിമയിൽ നയൻതാര സൂര്യനെ പഠിക്കുന്നുണ്ട്. അത് കേസ് സ്റ്റഡിയാണ്. സൂര്യനെ മാത്രം എടുത്തിട്ട് ആഴത്തിൽ പഠിക്കുന്ന മെത്തേഡാണ്. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ നല്ലതാണ്. അപ്പൊ സൂര്യക്ക് എന്ത് രോഗമാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കേസ് സ്റ്റഡി. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ഉണ്ട്. നമ്മൾ ചുമ്മാ പോയിട്ട് ഒരാളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാം, അതിനെയാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സർവേയിലൂടെയൊക്കെ ഡിസ്ക്രൈബിംഗ് നമുക്ക് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, സൈക്കോളജിസ്റ്റ് മൈറ്റ് ഡിസ്ക്രൈബ് ദി സിംപ്റ്റംസ് ഓഫ് ഡിപ്രഷൻ ഇൻ ഡീറ്റെയിൽ. എന്താണ് ഡിപ്രഷൻ ഡീറ്റെയിൽ എന്ന് ഒരു സൈക്കോളജിസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഐ ക്യാൻ ടെൽ ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. ഇതാണ് ഒരു ഡിപ്രഷന്റെ സിംപ്റ്റംസ്. അതായത് ഹെൽപ്ലെസ്നെസ്, ആരോടും ഹെൽപ്പ് തേടാൻ പറ്റാതിരിക്കുക. ഹോപ്പ്ലെസ്നെസ്, ഒരു പ്രതീക്ഷയില്ലാതിരിക്കുക, ജീവിതത്തോട് മരവിപ്പ് തോന്നുക, പിന്നെ ഒരു ഹോപ്പും ഇല്ലാതിരിക്കുക. വർത്ത്ലെസ്നെസ്, ഞാൻ ഒന്നിനും കൊള്ളൂല എന്നുള്ള തോന്നൽ. ഈ 3 ശരിക്കും സങ്കടമേ അല്ല ഡിപ്രഷൻ, മരവിച്ച അവസ്ഥയാണ്. നോക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, പക്ഷെ അവർക്ക് ഒന്നിനോട്. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന വേറൊരു പോയിന്റ് ആണ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്ലെജറബിൾ ആക്ടിവിറ്റീസ്. ഡിപ്രഷന്റെ ആട്ടോ hopelessness, helplessness, worthlessness.
ജസ്റ്റ് ഒന്ന് നെറ്റ്വർക്ക് പോയിട്ടോ. അപ്പോ കമ്മിങ് ബാക്ക്, എന്താണ് ഡിപ്രഷൻ? അപ്പോ ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർക്ക്ലെസ്നെസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കും, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്ലെഷറബിൾ ആക്ടിവിറ്റീസ്. അതായത് പണ്ട് അവർ വളരെ താല്പര്യത്തോട് ചെയ്തുകൊണ്ടിരുന്ന പല ആക്ടിവിറ്റീസ്, പണ്ട് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പൊ അവർക്ക് സിനിമ കാണുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. പണ്ട് അവർക്ക് ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അടിപൊളി ഫുഡ് കഴിക്കാൻ ഇഷ്ടമായിരുന്നു, ഇപ്പൊ അതിനോടൊന്നും താല്പര്യമില്ല. ഇതിൽ അഞ്ചാമതായിട്ട് വരുന്നതാണ് സൂയിസൈഡൽ ഐഡിയേഷൻ. ഈ നാലുണ്ടായില്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ തോന്നില്ലല്ലോ, അപ്പൊ ഉണ്ടാവുന്നതാണ് സൂയിസൈഡൽ ഐഡിയേഷൻ. കണ്ടോ, നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാണ് എന്ത്? hopelessness, helplessness, worthlessness, loss of interest in pleasurable activities and suicidal ideation are the symptoms of depression. അപ്പൊ ഒരു പ്രൈമറി ഗോൾ ഓഫ് സൈക്കോളജി എന്താണ്? ഡിസ്ക്രൈബിങ്. ഇനി രണ്ടാമത്തത് എക്സ്പ്ലെയിൻ. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്റ്റേറ്റിംഗ് കോഴ്സ് ഓഫ് ബിഹേവിയർ. എന്തുകൊണ്ട് അയാൾക്ക് ഡിപ്രഷൻ വന്നു? പല കാരണങ്ങളുണ്ടാവും. ജനറ്റിക്സ് ആവാം, ഹെറിഡിറ്ററി പാരമ്പര്യമാവാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, കാണുന്നില്ല. ഐ ഹാവ് ഷെയർഡ് ദ സ്ക്രീൻ. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഡിപ്രഷൻ എന്തുകൊണ്ടാണ്? ജനറ്റിക്സ് ആവാം, ഹെറിഡിറ്ററി ആവാം, പിന്നെ അയാളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, വർക്ക് ലോഡോ അല്ലെങ്കിൽ അയാളുടെ വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടതുകൊണ്ടോ ആവാം, സൊസൈറ്റി കാരണമാവാം, നീ പഠിക്കുന്നില്ല, നീ പൊട്ടയാണ്, നീ ബുദ്ധി ഇല്ലാത്തവളാണെന്ന് പറഞ്ഞിട്ട് ആവാം. അപ്പൊ പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തില്? നമ്മുടെ സൈക്കോളജിയില്. ദിസ് ഇൻവോൾവ്സ് uncovering the reasons behind certain behavior or mental processes. Psychologists develop theories and models to explain why behavior occur. എന്തുകൊണ്ട് ഈ ബിഹേവിയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ അവസ്ഥ വരുന്നു എന്ന് സൈക്കോളജിസ്റ്റ് പല പല തിയറിയിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു തിയറി ഒന്നും അല്ല കേട്ടോ. ഫോർ ഇൻസ്റ്റൻസ്, എക്സ്പ്ലെയിനിങ് ദ ഡിപ്രഷൻ can result from a combination of genetic, environmental and psychological factor. മൂന്ന് കാരണമാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മൂന്നിന്റെയും കൂടി, ജനിതകം, ചുറ്റുപാട്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടർ. people will behave under certain conditions. അതായത് ഡിപ്രസീവ് മൈൻഡ് ഡിപ്രഷൻ ഉള്ള ആളാണ്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഔട്ട് ബ്രേക്ക് വന്നാൽ അയാൾ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യാണ്, അപ്പൊ അയാൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതാണ്. ആരോടും ഒരു പരാതിയില്ല, പരിവോ ഇല്ലാണ്ട് പോവാണെങ്കിൽ സൈൻ യു ക്യാൻ പ്രെഡിക്റ്റ്. നമ്മൾ എപ്പോഴും ഡിപ്രഷന്റെ പേഷ്യൻസ് വന്നെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, ആൾക്ക് സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടോന്ന് എങ്ങനെ കണ്ടെത്താം? For example, predicting that people under high stress are more likely to experience anxiety. High stress ഉണ്ടെങ്കിൽ ആൻസൈറ്റി വരാം. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ആണ്, എക്സാം ആവുമ്പോൾ ആൻസൈറ്റി വരാം. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ, കൂളായിട്ട് ഇരിക്കാൻ വേണ്ടി. എക്സാം അല്ല നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഹൈ മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല, ഈ സബ്ജക്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആൻസൈറ്റി ഉണ്ടെങ്കിൽ എന്താവാം, സ്ട്രെസ് ഉണ്ടെങ്കിൽ ആൻസൈറ്റി വരാം. അതാണ് പ്രഡിക്ഷൻ. ഒരു ഹ്യൂമൻ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ സൈക്കോളജിസ്റ്റ് പറ്റും. പിന്നെ കൺട്രോൾ, ചേഞ്ചിങ് ഓർ ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ത്രൂ റിസർച്ച് ബേസ്ഡ് ഇന്റർവെൻഷൻ. അപ്പം ഡിപ്രഷൻ ഉള്ളവർക്ക് CBT തെറാപ്പിസ്റ്റ്, ഞാൻ തെറാപ്പി കൊടുക്കും. സോ ദേ ക്യാൻ കൺട്രോൾ ദെയർ ഇമോഷൻസ്, തോട്ട്സ്. പ്രഡിക്ഷൻ ഒന്നും കൂടി പറയാം, അതായത് കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സാഹചര്യം വന്നാൽ അവർ ഇന്നത് ചെയ്യാം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞേ, ഒരാൾക്ക് ഞാൻ ഹോപ്പ്ലെസ്നെസ്സും, ഹെൽപ്ലെസ്നെസ്സും, വർക്ക്ലെസ്നെസ്സും, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്ലെഷറബിൾ ആക്ടിവിറ്റിയും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഡിപ്രഷൻ എന്ന കണ്ടീഷൻ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അയാള് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാൾ ഭയങ്കര സ്ട്രെസ്സിലാണ്, കുറച്ച് ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കര വർക്ക് ലോഡാണ്, ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്യാണ്, ആൻസൈറ്റി വരാം, സ്ലീപ്ലെസ്നെസ് വരാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സൈക്കോളജി. അതാണ് പ്രെഡിക്ഷൻ. ഇനി പ്രെഡിക്റ്റ് ചെയ്താൽ കൺട്രോൾ ചെയ്യാം. എങ്ങനെ? ത്രൂ ദ ഇന്റർവെൻഷൻസ്, തെറാപ്പിയിലൂടെയോ. ഇപ്പൊ സ്ട്രെസ് ഒക്കെയാണെങ്കിൽ നമ്മൾ യോഗ, മൈൻഡ്ഫുൾനെസ്, പിന്നെ പ്രാണായാമം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. To what? To control that behavior. This involves using psychological knowledge to bring about positive changes. ഇപ്പൊ ഡിപ്രഷൻ ആണെങ്കിൽ നമ്മൾ CBT കൊടുക്കുമ്പോൾ, സിവിയർ ഡിപ്രഷൻ ആണെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ്, സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് മെഡിക്കേഷൻസ് പ്ലസ് തെറാപ്പിയാണ്. മൈൽഡ് ഡിപ്രഷൻ ആണെങ്കിൽ തെറാപ്പി മാത്രം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്റർവെൻഷൻ എന്നാണ് പറയുന്നത്. അതായത് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എന്താ പറയാ റെമഡി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അത് പല പല റെമഡീസ് ഉണ്ട്. തെറാപ്പി കൊടുക്കാം,
മരുന്നുകൾ കൊടുക്കേണ്ടടുത്ത് മരുന്നുകൾ കൊടുക്കണം. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്, യോഗ, എക്സസൈസ്, ബാലൻസ്ഡ് ഡയറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ. ഇപ്പൊ അഗ്രഷൻ ആണെങ്കിൽ നമ്മൾ പറയും എരിവും പുളിയും കുറയ്ക്കാൻ. കാരണം എരിവും പുളിയും കൂടുതൽ കഴിക്കുമ്പോൾ ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ബസ്സിൽ കയറിയിട്ടോ കാറിൽ കയറിയോ ഛർദ്ദിക്കുന്നവരാണെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്സ് ആണ്, ഓർ അതർ ഇന്റർവെൻഷൻസ് ടു ഹെൽപ്പ് പീപ്പിൾ ചേഞ്ച് ദിയർ ബിഹേവിയർ. ഫോർ ഇൻസ്റ്റൻസ് യൂസിംഗ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ടു ഹെൽപ്പ് സമ്മൺ ഓവർ ഫോബിയ. CBT വഴി ഫോബിയ മാറ്റിക്കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഐ എം എ പ്രൗഡ് CBT തെറാപ്പിസ്റ്റ്. ഞാൻ CBTയിലാണ് സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ട് ഉള്ളത്. അപ്പൊ ഒരു പ്രൈമറി ഗോൾ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ബിഹേവിയറോ മെന്റൽ പ്രോസസ്സോ ഡിസ്ക്രൈബ് ചെയ്യുക, അതെന്ത് കാരണം കൊണ്ട് വരുന്നു, കോഴ്സ് ഓഫ് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുക, ഇനി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ എന്തൊക്കെ ബിഹേവിയറോ എടുക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, ആൻഡ് ആ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇന്റർവെൻഷൻസ് കൊടുക്കുക. 4 എണ്ണാണ്: ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ, പ്രെഡിക്റ്റ് ആൻഡ് കൺട്രോൾ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണ്. അപ്പൊ ഇപ്പം നമ്മള് ഏകദേശം 40 മിനിറ്റ് ആയി. ഇത് ഇത്രയും മതി. നാളെ ഫ്രീ ക്ലാസ് ആയിട്ട് നമ്മൾ ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളും കൂടി എടുക്കുന്നതാണ്. എക്സാമിന് ഒട്ടും പ്രിപ്പയർ ചെയ്തില്ല, നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല തോന്നുന്നുണ്ടെങ്കിൽ ഈ 5-6 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ കംപ്ലീറ്റ് ക്ലാസ്സസ് സൈക്കോസ്റ്റയിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സൈക്കോളജി, ഫിസിയോളജി, സ്റ്റാറ്റിക് 3 ക്ലാസ്സും അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട് മൈ നമ്പർ. ഞാൻ എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സാം അടിപൊളിയായിട്ട് എഴുതാം. അടുത്ത ഒരു ഇയർ മുതൽ, ഐ മീൻ സെക്കൻഡ് സെം മുതൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആവട്ടോ. എന്റെ 2 നമ്പേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ക്ലാസ് ഒക്കെ വേണമെങ്കിൽ 3 സബ്ജക്ട്സും അവൈലബിൾ ആണ്. അപ്പൊ നാളെയും കൂടെ നമ്മൾ എന്തുണ്ടാവും, ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. നാളെ നമ്മൾ ഇവല്യൂഷനും ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ഹിസ്റ്ററി സോറി റഹ്മത്ത്, വി ആർ നോട്ട് എന്താ പറയാ, പറ്റില്ല. നമ്മുടെ PDF ഷെയർ ചെയ്യാൻ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. അതിലപ്പുറത്തോട്ട് നമുക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അങ്ങനെ ഒരു നോട്ട്, ഫസ്റ്റ് 2 ചാപ്റ്റർ ഉള്ള ഒരു നോട്ട് ഞാൻ അവൈലബിൾ ആക്കി തരാം കേട്ടോ. ഇത് ഫുൾ നോട്ട് ഉണ്ട്. നോട്ട് പ്ലസ് ക്ലാസ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പെയ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എ ട്യൂഷൻ. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പോയ പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പ്രാക്ടീസിങ് സൈക്കോളജി. എപ്പോഴും അങ്ങനെയായിട്ട് സൈക്കോളജി പഠിക്കേണ്ടത്, ചുമ്മാ പഠിക്കുകയല്ലേ വേണ്ടത്. അപ്പോ ഞാൻ നിങ്ങളടുത്ത് എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ പല യൂണിവേഴ്സിറ്റിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. 4 ഇയർ പ്ലാൻ എനിക്കൊരു ഒരു എത്തും പിടിയും കിട്ടാതിരിക്കാൻ. പക്ഷെ കുട്ടികൾ നമ്മളെ തേടി വന്നിട്ടുണ്ടായിരുന്നു. പല കുട്ടികളും നമ്മളെ തേടി വന്നവർക്കൊക്കെ നമ്മൾ ക്ലാസ് അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ ക്ലാസ്സസ് വേണമെങ്കിൽ ഡു കോൺടാക്ട് മീ. അപ്പോ ഹോപ്പ് ദ സെഷൻ വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നാളെ നമ്മൾ വീണ്ടും കാണും. ഹിസ്റ്ററി 10 മാർക്ക് നിങ്ങൾക്ക് ഞാൻ ഉറപ്പാക്കി തരാം. അത് ഇറ്റ്സ് മീ അഫ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. ഫീ ഉണ്ട്. ഇപ്പൊ എക്സാം ആയതിനെ കൊണ്ട് നമ്മൾ 3 സബ്ജക്റ്റും കൂടി, അതായത് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, 3 സബ്ജക്റ്റും കൂടി 1000 റുപ്പീസ് മാത്രമാണ് മേടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് 500 ആണ് നമ്മൾ മേടിക്കാറുള്ളത്. ഇപ്പൊ എക്സാം ആവാറായി ആകെ കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ 1000-ന് 3 സബ്ജക്ട് കംപ്ലീറ്റ് നോട്ട്സ്, ക്ലാസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.